സുനിൽകുമാർ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFIയുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടക്കുകയാണ്. MLAയുടെ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. മാർച്ച് ചെറിയ തോതിൽ സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട്. നേരത്തെ IC ബാലകൃഷ്ണൻ MLAക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ നിയമന കോഴ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് MLAയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചോ? എന്താണ് വിവരങ്ങൾ? നിലവിലിപ്പോൾ പ്രവർത്തകർ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും DYFI പ്രവർത്തകരാണ് മാർച്ച് നടത്തിയിട്ടുള്ളത്. ഈ മാർച്ചിന്റെ പ്രധാനപ്പെട്ട കാരണം IC ബാലകൃഷ്ണനെ വിജിലൻസ് കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിലാണ്. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിയമന കോഴ വിവാദം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് DYFI എത്തിയത്. ആ നിയമന കോഴയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണന്റെ പേര് ഈ NM വിജയന്റെ കത്തിലുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഊന്നിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് DYFI എത്തുകയും IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്ത് DYFIയുടെ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് നമ്മോടൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മാർച്ചിലേക്ക് DYFI എത്താനുള്ള കാരണം? ഇത് നമുക്ക് കേരള മനസാക്ഷിക്ക് ആകെ ബോധ്യമുള്ളൊരു വിഷയമാണ്. മുൻപ് DCCയുടെ ജില്ലാ ട്രഷററായിരുന്ന NM വിജയന്റെ മരണത്തിന് കാരണമായ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത IC ബാലകൃഷ്ണനാണ്. ആ IC ബാലകൃഷ്ണന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് IC ബാലകൃഷ്ണൻ അന്ന് രംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പം വന്ന വാർത്ത എന്ന് പറയുന്നത് IC ബാലകൃഷ്ണനെതിരെ വിജിലൻസ് കേസെടുത്തു എന്നാണ്. സാധാരണ ഒരു FIR ഫയൽ ചെയ്യുന്ന പോലെയല്ല വിജിലൻസ് FIR ഫയൽ ചെയ്യുന്നു പറയുന്നത്. അതിനകത്ത് മുൻകൂട്ടി അന്വേഷണം നടത്തി ഏതെങ്കിലും തരത്തിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ അതിനകത്ത് കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ വിജിലൻസ് കേസെടുക്കുള്ളൂ. അപ്പം ഇവിടെ വ്യക്തമാകുന്നത് വിജിലൻസ് കേസെടുത്തു എന്ന് മനസ്സിലാവുമ്പം IC ബാലകൃഷ്ണനെതിരെ തെളിവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും IC ബാലകൃഷ്ണൻ ഇവിടെ MLA ആയി തുടരാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നുള്ളതാണ് DYFIയുടെ പ്രഖ്യാപനം. എന്തായാലും DYFI ഈ വിഷയമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. IC ബാലകൃഷ്ണൻ പ്രതികരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പ്രതികരിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കോഴിക്കോട് ചികിത്സയിലാണ്. അതിനുശേഷം കൃത്യമായ രീതിയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുള്ളത്. പ്രതിഷേധം തുടരുകയാണ് DYFIയുടെ ഭാഗത്തു നിന്നും. MLA ഓഫീസിലേക്കാണ് DYFIയുടെ പ്രതിഷേധം. ചെറിയ തോതിൽ അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. MLAയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. IC ബാലകൃഷ്ണൻ എന്താണ് ഇക്കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത് എന്നാണ് അറിയേണ്ടത്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം MLA മാധ്യമങ്ങളെ കണ്ടേക്കും. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.